കുറേ ദിവസം ഞാൻ സംസാരിച്ചിട്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലാണ്, അതിൻ്റെ മുന്നിലത്തെ വീഡിയോയിലാണെന്ന് ഓർമ്മയില്ല, ഞാൻ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ലൈക്ക് ഇപ്പോൾ ഈ വർക്കൗട്ട് എന്ന് പറയുന്ന കാര്യം എനിക്കൊരു കംഫർട്ട് സോൺ പോലെ ആയി. അതുകൊണ്ട് എനിക്ക് അതൊന്ന് കൂടുതലായിട്ടുള്ള ഒന്നും കിട്ടുന്നില്ല. ലൈക്ക് ഇറ്റ്സ് ബേസിക്കലി ലൈക്ക് മൈ യൂഷ്വൽ ഡേ. ഒരു റുട്ടീൻ പോലെ ആയതുകൊണ്ട് തന്നെ എനിക്കത് ഭയങ്കര കംഫർട്ടായി പോയി. സോ ഞാൻ ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ച് ഞാൻ എന്ത് ചെയ്യും. സോ അക്കോർഡിംഗ് ടു മൈ ബേസിക് ഇപ്പോഴത്തെ ഞാൻ ഫോളോ ചെയ്യുന്നൊരു റുട്ടീൻ വെച്ചിട്ട് നോക്കുവാണെങ്കിൽ എനിക്ക് അതിൻ്റെ ഇടയിൽ എക്സ്ട്രാ ആയിട്ട് ഇപ്പോൾ ഉള്ളതിനെക്കാട്ടിയും കൂടുതൽ ആക്ടിവിറ്റീസ് എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാനുള്ളൊരു ടൈം ഉണ്ടാവാം. പക്ഷേ എനിക്ക് അതിൻ്റെ 100% എനിക്ക് പുഷ് ചെയ്യാനോ അല്ലെങ്കിൽ എൻ്റെ 100% എനിക്ക് ആ ഒരു പുതിയ കാര്യത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനോ ഉള്ളൊരു സമയം അല്ലെങ്കിൽ ആ ഒരു ലാവിഷ്നെസ് ഓഫ് ടൈം എനിക്കില്ല. സോ വാട്ട് ഐ തോട്ട് ഓഫ് വാസ്, ഇപ്പം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു റുട്ടീൻ കൂടുതൽ എങ്ങനെ അല്ലെങ്കിൽ കുറച്ചും കൂടെ എങ്ങനെ ഡിഫിക്കൽട്ടാക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്സ്റ്റക്കിൾ എൻ്റെ മുമ്പിൽ വെക്കണം. എന്നാൽ എനിക്കത് ഓവർകം ചെയ്യുമ്പോൾ ഉള്ള ഒരു എക്സൈറ്റ്മെൻറ്റ്, ഓവർകം ചെയ്ത് കഴിയുമ്പോൾ ഉള്ള എനിക്ക് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, ആ ഗ്രാറ്റിഫിക്കേഷനൊക്കെ കിട്ടത്തുള്ളൂ. സോ വൈൽ തിങ്കിങ് അബൌട്ട് ദാറ്റ്, ഞാൻ എന്നും വർക്കൗട്ട് ചെയ്യുന്നത് ഞാൻ ജോലി കഴിഞ്ഞ് വരുന്നു, വർക്കൗട്ട് ചെയ്യുന്നു, ആൻഡ് ഗെറ്റ് ഓൺ വിത്ത് മൈ യൂഷ്വൽ ബിസിനസ്. സോ ഞാൻ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ നാളുകളായി, അല്ലെങ്കിൽ ഈ ഒരു സംഭവം തുടങ്ങി അന്നോട്ട് തന്നെ നിങ്ങൾ കാണുന്നതാണ് എൻ്റെ കയ്യിലുള്ളതും 5 കിലോൻ്റെ 2 ഡമ്പലും 10 കിലോൻ്റെ 2 ഡമ്പലും, പിന്നെ ഒരു പുള്ളപ്പ് ബാർ വിത്ത് ദാറ്റ് പുള്ളി സിസ്റ്റം, പിന്നെ ഒരു ഫ്ലാറ്റ് ബെഞ്ച്, പിന്നെ ഒരു പഞ്ചിങ് ബാഗ്. ഇത്രയും എക്യുപ്മെൻറ്റ്സാണ് എൻ്റെ കയ്യിൽ ഉള്ളത്. ഞാൻ എൻ്റെ എക്യുപ്മെൻറ്റ്സിൽ ഈ മാസം ഇൻക്ലൂഡ് ചെയ്യണം, അല്ലെങ്കിൽ ഈ മാസം മേടിക്കണം എന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. മീൻസ് അത് ഞാൻ ഓരോ മാസത്തേക്ക് ഓരോ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മാസം ഞാൻ മേടിക്കേണ്ടിയിരുന്നത് ഒരു ബാർബെൽ വിത്ത് വെയ്റ്റ് പ്ലേറ്റ്സ്, ആ ഒരു ജിം സെറ്റപ്പ് ആയിരുന്നു, ആ ഒരു കോംബോ പാക്കായിരുന്നു. ബിക്കോസ് ഐ വോണ്ട് ടു ഡെഡ് ലിഫ്റ്റ്, പിന്നെ ബാർബെൽ ചെസ്റ്റ് പ്രസ് ചെയ്യണം, അങ്ങനത്തെ കുറേ കാര്യങ്ങളുള്ളതുകൊണ്ട് ഐ ഓൾവേസ് വാണ്ടഡ് ടു ബൈ ആ ബാർബെൽ വിത്ത് ദോസ് വെയ്റ്റ് പ്ലേറ്റ്സ്. പക്ഷെ ഐ തോട്ട് ഇപ്പോൾ അത് മേടിച്ചു കഴിഞ്ഞാലും ഐ നീഡ് ടു ബൈ അതർ ആക്സസറീസ് വിത്ത് ദാറ്റ്. ബിക്കോസ് അത് മേടിക്കുകയാണെങ്കിൽ എനിക്ക് അത് വെക്കാൻ ഒരു സ്റ്റാൻഡ് വേണം. ബിക്കോസ് ബെഞ്ച് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു സ്റ്റാൻഡ് ഇല്ലാണ്ടെങ്കിൽ ചെയ്യാൻ പറ്റത്തില്ല. ബാക്കി ഇപ്പോൾ ഡെഡ് ലിഫ്റ്റ് ഇസ് ഫൈൻ, സ്ക്വാട്ട് ചെയ്യുമ്പോൾ ഇറ്റ്സ് ഓൾമോസ്റ്റ് ഫൈൻ, എനിക്കത് പൊക്കിയെടുത്ത് വെക്കാൻ പറ്റുന്നതാണ്, അതൊക്കെ ഓക്കെ. അപ്പോൾ ഐ നീഡ് ടു ബൈ മോർ സ്റ്റഫ് വിത്ത് ദാറ്റ്. സോ ഞാൻ അങ്ങനെ ചിന്തിച്ചപ്പോൾ ഐ തോട്ട് വാട്ട് ഇഫ് ഐ ബൈ സം വെയ്റ്റ് പ്ലേറ്റ്സ്. കാരണം ഞാൻ ആ പുള്ളി സിസ്റ്റത്തിൽ എൻ്റെ പുള്ളപ്പ് ബാറിലുള്ള പുള്ളി സിസ്റ്റത്തിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ബാഗ് അതിൽ അറ്റാച്ച് ചെയ്തിട്ട് അതിൽ ഞാൻ എൻ്റെ ഡംബിൾസ് ലോഡ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഐ ഓൾവേസ് വാണ്ടഡ് ടു ഗെറ്റ് സം വെയ്റ്റ് പ്ലേറ്റ്സ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 10 കിലോൻ്റെ 4 പ്ലേറ്റ്സ് മേടിച്ചു, 40 കിലോസ് മൊത്തത്തിൽ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ 2 റോഡ് മേടിച്ചു, ഓക്കെ, ഡംബിൾ റോഡ്സ്. സോ നൗ വാട്ട് ഐ എം ട്രൈങ് ടു ഡൂ ഇസ്, ഒരു ഡംബിൾ റോഡിൽ ഞാൻ 10 kg വെച്ച് ലോഡ് ചെയ്ത്, വിച്ച് വിൽ ഈക്വൽസ് ടു 20 kg. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ കറൻ്റ് 20 കിലോൻ്റെ 2 ഡംബലും കൂടി ഉണ്ട്. അപ്പോൾ ഓൾവേസ് എനിക്കത് റിമൂവബിൾ ആയതുകൊണ്ട് അത് റിമൂവ് ചെയ്ത് എനിക്ക് മറ്റേ ലോഡ് ചെയ്യാം, ഓൾ ദാറ്റ് ടു ദ സൈഡ്. പക്ഷെ ഇപ്പോൾ കറൻ്റ് ഞാൻ എൻ്റെ മുന്നിൽ വെച്ചിരിക്കുന്ന ഒരു ഒബ്സ്റ്റക്കിൾ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു ചാലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആസ് യു സോ ഇൻ ദ വീഡിയോ, ഞാൻ ആ 20 കിലോൻ്റെ ഡംബിൾസ് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ബൈസപ്പ് കേൾ ഹിറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ആസ് യു ക്യാൻ സി ഐ എം സ്ട്രഗ്ലിങ് ഇൻ ദാറ്റ്. പ്രോപ്പർ ഫോം ഇല്ല, ഞാൻ ഒരുപാട് സ്വിങ് ചെയ്യുന്നുണ്ട് ആൻഡ് എവറി സോർട്ട് ഓഫ് ദാറ്റ്. ഞാൻ മൊത്തത്തിൽ ഷേക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ആസ് യു ക്യാൻ സി ആ PVC പ്ലേറ്റ്സ് ആണ്, സോ ഇറ്റ് വിൽ ബി ഹ്യൂജ്, ഐ നോ. മൈ ന്യൂ ചാലഞ്ച് എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നത് വെച്ചാൽ, ബൈ ദ എൻഡ് ഓഫ് ദിസ് മന്ത്, ഇന്നിപ്പം ഡേറ്റ് ഐ ഡോണ്ട് നോ, 12-13 ഐ ഡോണ്ട് നോ, ബൈ ദ എൻഡ് ഓഫ് ദിസ് മന്ത്, ഹാർഡ്ലി 2 വീക്സ് ഉണ്ടാവും. ആ 2 ആഴ്ച കൊണ്ട് എവറി ഡേ ഐ എം ഗോയിങ് ടു ഡു ഇറ്റ്, എവറി ഡേ. മേ ബി ഒരു ദിവസത്തിൻ്റെ റെസ്റ്റ് എടുക്കുമായിരിക്കും, പക്ഷേ മീൻസ് ഒരു 2 ദിവസം ചെയ്യും, പിന്നെ ഒരു ദിവസം റെസ്റ്റ്, വീണ്ടും 2 ദിവസം ഒരു റെസ്റ്റ്, അങ്ങനെ ആയിരിക്കും ഞാൻ ചെയ്യുന്നത് മേ ബി. ബട്ട് വാട്ട് എവർ ഇറ്റ് ഇസ്, ബൈ ദ എൻഡ് ഓഫ് ദിസ് മന്ത് ഐ വിൽ പെർഫെക്റ്റ് ഇറ്റ്. എനിക്ക് ആ 20 കിലോൻ്റെ ഡംബിൾസ് വെച്ച് എനിക്ക് പ്രോപ്പർ ബൈസപ്പ് കേൾസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ അച്ചീവ് ചെയ്യണം. ദാറ്റ് ഇസ് ദ ചാലഞ്ച് ഐ ഹാവ് പുട്ട് മൈ സെൽഫ് ഇൻ ടു, അല്ലെങ്കിൽ എൻ്റെ മുമ്പിൽ ഞാൻ വെച്ചിരിക്കുന്നത്, ഇൻ ഫ്രണ്ട് ഓഫ് മീ. ഞാൻ ഇപ്പോൾ ആ ചാലഞ്ചാണ് കറൻ്റ് വെച്ചിരിക്കുന്നത്, ആൻഡ് ഐ വിൽ അച്ചീവ് ദാറ്റ്. സോ യാ ബോയ്സ്, we should work for excellence, we should strive for our own upgradation. Stay hard.